രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓരോ ദിവസവും ഓരോ യുവതികളാണ് രംഗത്തെത്തുന്നത്. അതായത് ഇയാൾ ലോകം മുഴുവൻ ഓടി നടന്ന് ഇയാളുടെ കഴപ്പ് തീർക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. അതായത് സോണിയാഗാന്ധി മാത്രമേ ഉള്ളൂ ഇയാളുടെ പാർട്ടിയിലായാലും പുറത്തായാലും ഇനി ഇയാൾ മെസ്സേജ് അയക്കാത്തത്. ബാക്കിയുള്ള എല്ലാവർക്കും ഇയാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, കൂടെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പലരും അത്തരത്തിലുള്ള ചില വാദങ്ങളാണ് പലരും ഉയർത്തുന്നത്. കാരണം ഇയാളുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഒരു പെൺകുട്ടിയെ വിളിക്കും, എന്നിട്ട് കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകും, എന്നിട്ട് റൂമിലേക്ക് വിളിക്കും, അവളുമായി കിടക്ക പങ്കിടും. ആ കിടക്ക പങ്കിട്ട് എണീച്ചു കഴിഞ്ഞാൽ ഉടനെ ഇയാൾ പറയുന്നത് എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല, ഞാൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. അതായത് സെക്സിന് മാത്രമേ ഞാൻ അവൈലബിൾ ആകൂ, അല്ലാത്ത സമയത്തൊന്നും ഞാൻ അവൈലബിൾ അല്ല, ഞാൻ ഒരുപാട് തിരക്കുള്ള മനുഷ്യനാണ്, അതുകൊണ്ട് ഞാൻ അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ നീ ഇതൊക്കെ പുറത്തു പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ, ഹൂ കെയേഴ്സ് എന്ന് ചോദിക്കുന്നത് പോലെ ഐ ഡോണ്ട് കെയർ, എനിക്കിതൊന്നും ഒരു വിഷയമല്ല. എത്ര ഉന്നതന്മാരെ കുറിച്ച് വലിയ വലിയ കേസുകൾ വന്ന് എന്നിട്ട് അവരൊക്കെ പെട്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇയാളുടെ ഒരു സ്ഥിരം പല്ലവി അങ്ങനെയെന്നാണ് പല പെൺകുട്ടികളും പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നലെ ഒരു ട്രാൻസ്ജെൻഡർ യുവതി അവന്തിക, എന്റെ സുഹൃത്തു കൂടിയാണ് അവന്തിക ഇന്നലെ വന്നിട്ട് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് നിന്നെ റേപ്പ് ചെയ്യുന്ന രീതിയിൽ സെക്സ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ പോകുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് ഇവരെയൊക്കെ എന്ത് പറയാം, ഇവർക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരും ഇല്ല, അതുകൊണ്ട് ഇവരാരും പരാതി കൊടുക്കില്ല, കാരണം ഇവരെ സംരക്ഷിക്കാൻ ആളില്ലല്ലോ. പോലീസുകാർക്കൊക്കെ ട്രാൻസ്ജെൻഡർ എന്ന് കേൾക്കുമ്പോഴേ ഒരു വല്ലാത്ത മുഖം ചുളുപ്പും പുച്ഛവുമാണ്. അതുകൊണ്ട് ഇവർക്കൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കുമോ ഇയാൾ ഇത്തരത്തിലുള്ള സമീപനം നടത്തിയത്, അറിയില്ല. ഇന്നലെ റിനി ആൻഡ് ജോർജ്, ആ പെൺകുട്ടി വളരെ ബോൾഡായി വന്ന് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു. തെളിവ് എവിടെ എന്നാണ് ചോദിക്കുന്നത്. മാധ്യമങ്ങൾ ഇത് 2-3 ദിവസം അവരുടെ റേറ്റിംഗിന് വേണ്ടി കൊട്ടി ആഘോഷിച്ചുകൊണ്ട് നടക്കും. അത് കഴിഞ്ഞാൽ ഈ ഇരയ്ക്കൊപ്പം ആരാണ് നിൽക്കുക? ഈ ഇര മറ്റു പലതിനും വേണ്ടിയിട്ടാണ് പോയത് കൊണ്ടല്ലേ, അവളെ വിളിച്ചപ്പോ പോയത് കൊണ്ടല്ലേ അവൻ പിടിച്ച് കിടത്തിയത്, അല്ലെങ്കിൽ ഇവൻ വിളിച്ചപ്പോ പോകാൻ എന്തിനാ ഇരുന്നത്? ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങളും ഈ പെൺകുട്ടികൾക്കെതിരെ ഉയരും. അതുകൊണ്ടാണ് സ്വാഭാവികമായും ഇവരാരും രംഗത്ത് വരാത്തതും പരാതി കൊടുക്കാത്തതും. പിന്നെ പരാതി കൊടുത്താലും ഇപ്പൊ 1.5 വർഷം വരെ ഇരയുടെ പേര് വെളിയിൽ വിട്ടാൽ പിന്നെ ഗുരുതരമായ കുറ്റമുണ്ടെന്നൊക്കെ പറഞ്ഞാലും മാധ്യമങ്ങൾ പരാതി കൊടുത്തവരെയൊക്കെ കുത്തിപ്പൊക്കി പുറത്ത് കൊണ്ടുവരും എന്നുള്ളത് മറ്റൊരു ഭയം. ഇതൊക്കെ കൊണ്ടായിരിക്കാം ഈ പെൺകുട്ടികൾ ആരും പരാതിയുമായി രംഗത്തെത്താത്തത്. എന്തായാലും ട്രാൻസ്ജെൻഡറായ അവന്തിക ഇന്ന് പോലീസിൽ പരാതി നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഇതെല്ലാം വ്യാജമെന്നാണ് പറഞ്ഞത്. ആ വ്യാജം പറഞ്ഞതെല്ലാം ഒരു വ്യാജനാണ്, ഒരു കോഴിയാണ് എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ഒരു കോഴിയുടെ സത്യസന്ധതകൾ എന്നുള്ള അല്ലെങ്കിൽ കോഴിയുടെ കഴപ്പ് എന്നൊരു പുസ്തകം രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതിയാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ ഒരു പെൺകുട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. ആ പെൺകുട്ടി പറയുന്നത് അവളെ ആദ്യം 2023 പരിചയപ്പെടുന്നത്, അതിനുശേഷം ഫോൺ നമ്പർ വാങ്ങി, എന്നിട്ട് പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് പുറത്ത് ഒരു സുരക്ഷിതത്വമില്ല, നമുക്കൊരു റൂം എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ റൂമിൽ പോകുന്നു, പെൺകുട്ടിയുമായി സെക്സിൽ ഏർപ്പെടുന്നു. അതിനുശേഷം സെക്സ് കഴിഞ്ഞ ഉടനെ അവളോട് പറയുന്നു, വിവാഹ വാഗ്ദാനം നൽകിയാണ് ഈ പെൺകുട്ടിയുമായി ടെലിഗ്രാമിലും വാട്സപ്പിലും നിരന്തരം സംസാരിക്കുന്നു. അതിനുശേഷമാണ് കാണാമെന്ന് പറയുന്നത്. ഈ സെക്സ് കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടിയോട് പറയുകയാണ്, ഞാൻ ഒരിക്കലും അവൈലബിൾ ആയിരിക്കില്ല, കുഞ്ഞുണ്ടായാൽ എനിക്ക് കുഞ്ഞിനോട് എപ്പോഴും ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാം, പക്ഷെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ നീ വരണം, സെക്സ് ചെയ്യാൻ ഞാൻ വിളിക്കുമ്പോഴൊക്കെ നീ വരണം, നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ അവൈലബിൾ ആയിരിക്കില്ല, സെക്സിന് വിളിക്കുമ്പോൾ ഞാൻ അവൈലബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം പറയുന്നത്, രാവിലെ വൈകിട്ട് ഉച്ചയ്ക്കൊക്കെ അവൈലബിൾ ആണ് സന്ദേശം അയക്കാൻ. അതായത് സെക്സ് കിട്ടുന്നതിന് മുൻപ് സന്ദേശം അയക്കാൻ വലിയ അവൈലബിൾ ആണ്. അതിനുശേഷം സെക്സ് കിട്ടിയതിന് ശേഷം പിന്നീട് ഈ പെൺകുട്ടി പുറത്ത് ആരോട് പറയാതിരിക്കാനായി ഈ പെൺകുട്ടിയോട് അവോയ്ഡ് ചെയ്യുകയാണോ എന്നെ, എന്താ എന്നെ ഇപ്പോൾ വിളിക്കാത്തത്, എന്താ എനിക്ക് മെസ്സേജ് അയക്കാത്തത്, എന്നെ നിനക്ക് വേണ്ടാതായോ എന്നൊക്കെ ചോദിച്ച് ഇവരെ എപ്പോഴും ഞാൻ കൂടെയുണ്ട്, നിനക്ക് ചാരാൻ എൻ്റെ ഷോൾഡർ എപ്പോഴും നിനക്കൊപ്പം തന്നെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഇയാളുടെ പല എന്താ പറയുക ഈ ഇടപെടൽ എന്ന് പറയുന്നത് എന്നുള്ളതാണ്. ആദ്യം ഒരു സ്ഥലം തിരഞ്ഞെടുത്തു, അതിനുശേഷമാണ് ഈ പെൺകുട്ടിയെ ഈ ലൈംഗികമായി ഉപയോഗിച്ചത്. വാട്സപ്പ് വഴി നോർമൽ കോളും ഒക്കെ വഴി വിളിക്കുമായിരുന്നു. അപ്പോൾ ഈ വിവാഹ വാഗ്ദാനം നൽകിയതുകൊണ്ട് ഈ പെൺകുട്ടി ഇയാൾ അവിശ്വസിച്ചില്ല. ഈ വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡിപ്പിച്ചത്, സെക്സിന് വരാൻ തനിക്ക് താല്പര്യമില്ല, ഇതൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് പോരെ എന്ന് ചോദിച്ചപ്പോൾ നിനക്കെന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന സ്ഥിര നമ്പർ ഇടുകയും ഈ പെൺകുട്ടിയെ വിളിക്കുകയും ചെയ്തിരുന്നു.
പിന്നെ നീ ഇനി ഇത് പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ ഇത്തരത്തിൽ എന്നെ നീ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. സാധാരണ പെൺകുട്ടികളാണ് ഇതൊക്കെ പറയുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യും, നീ ഇത് ആരോടെങ്കിലും നീ എന്നെ ആർക്കെങ്കിലും കാട്ടിക്കൊടുത്താൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അതിനുശേഷം ഈ പെൺകുട്ടി ഒരുപാട് പേർക്ക് ഇയാൾ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഇയാളുടെ സ്വഭാവമൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഇയാൾ പറഞ്ഞത് ഐ ഡോണ്ട് കെയർ, നീ പോയി പറഞ്ഞോ, എനിക്കൊരു പ്രശ്നവുമില്ല എന്നാണ്. ലൈംഗിക ബന്ധം പിന്നെയും ഇതൊക്കെ പറഞ്ഞതിന് ശേഷവും ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കും. ലൈംഗിക ബന്ധം കഴിഞ്ഞാൽ അന്നല്ലെങ്കിൽ പിറ്റേ ദിവസം പ്രഗ്നൻസി ആകാതിരിക്കാനുള്ള മെഡിസിൻ ഇയാൾ കരുതി വെച്ചേക്കും. ഇയാൾ തന്നെ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ പ്രഗ്നൻസി ഉണ്ടാകാതിരിക്കാനുള്ള ഗുളിക ഉണ്ടാക്കുന്ന ഒരു പിന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇയാൾ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിൽ ഗുളിക കൊണ്ടു കൊടുക്കും. എന്നിട്ട് ഇത് ഗർഭിണി ആകാതിരിക്കാനുള്ള ഗുളിക കഴിക്കും. പിന്നെയും നിരന്തരം കൂടിക്കാഴ്ച വേണമെന്ന് പറയും. ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ പെൺകുട്ടിക്ക് മനസ്സിലായി കാരണം ഈ പെൺകുട്ടിയുടെ സീനിയറിനും ഇതേ അനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇയാൾ ചതിക്കുകയാണെന്ന് മനസ്സിലായതിനു ശേഷമാണ് ഈ പെൺകുട്ടി ഇതിൽ നിന്ന് മാറിയത് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ സെപ്റ്റംബർ മാസം ഈ പെൺകുട്ടി ഇയാളെ കണ്ടിരുന്നു. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ കണ്ടിരുന്ന സമയത്ത് ഇയാൾ അന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സംസാരങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. സ്ഥാനാർത്ഥി ആരാണെന്ന് കോൺഗ്രസ് പുറത്തുവിട്ടിട്ടില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് തീരുമാനിച്ചിട്ട് പോലുമില്ല എന്നാണ് കോൺഗ്രസിനകത്ത് നിന്ന് മാധ്യമ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും ഉൾപ്പെടെ കിട്ടിയ വിവരം. പക്ഷേ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നു, നീ അറിഞ്ഞോ ഞാനാണ് പാലക്കാട് MLA ആയി മത്സരിക്കാൻ പോകുന്നത്, ഞാനാണ് പാലക്കാട് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയോട് പറഞ്ഞത്. അപ്പോ ഈ നമ്മളൊക്കെ അറിയുന്നതിന് മുൻപ് തന്നെ പല കാര്യങ്ങളും പാർട്ടിക്കുള്ളിൽ സംസാരിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനമായി എല്ലാം കൃത്യമായി പിന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ആര് പരാതി പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നടപടിയും എടുക്കാൻ സാധ്യതയില്ല എന്ന് ഇരകൾക്കെല്ലാം അറിയാം. ഇയാളെപ്പോലുള്ള ഒരാൾ പാലക്കാട് എന്തിനാണ് ജനപ്രതിനിധിയായിരിക്കുന്നത്? ശരിയാണ്, തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ, കോടതി പറഞ്ഞാൽ മാത്രമേ ഒരാൾ തെറ്റുകാരനാകൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഈ പെൺകുട്ടികൾ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക? ഇയാൾക്ക് പിന്നിൽ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ അണിനിരക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സുഹൃത്ത് ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. ആ സുഹൃത്തിന്റെ പേര് ഫെനി നൈനാൻ എന്നാണ് പറയുന്നത്. ഈ സുഹൃത്തും ഈ ഫെനി നൈനാൻ എന്ന് പറയുന്ന സുഹൃത്തും ഇയാളോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് ആ പെൺകുട്ടിയുടെ ആരോപണം. ആദ്യം ഒരു സ്ഥലം തിരഞ്ഞെടുക്കും, പിന്നാലെ ഇയാൾ പിന്നെ ആ സ്ഥലത്തെ സുരക്ഷിതമല്ല എന്ന് പറയും, എന്നിട്ട് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കണം. ഇയാൾ ഇരകളെ വീഴ്ത്തുന്ന രീതി, എല്ലാ ഇരകൾക്കും അയക്കുന്ന മെസ്സേജുകൾ ഒരുപോലെയാണ്, എല്ലാവരെയും വീഴ്ത്തുന്ന രീതി ഒരുപോലെയാണ്. ഇയാൾ വിളിക്കുമ്പോൾ മാത്രം പോകാൻ വേണ്ടി ഇരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവാണ്, അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്, വാക്കുകൾ കൊണ്ട് എല്ലാവരെയും പിന്നെ തന്റെ വരുതിക്ക് നിർത്താൻ കഴിവുള്ള, തന്റെ വലയിൽ വീഴ്ത്താൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ അത്തരത്തിൽ ഇത്തരം കാര്യങ്ങൾ നടത്തുമ്പോൾ, ഇത്തരം നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം, നിന്നെ ഞാൻ ചതിക്കില്ല, നീയാണ് എനിക്കെല്ലാം, നീ എപ്പോഴും കൂടെ ഉണ്ടാകണം എന്നൊക്കെ സ്വാഭാവികമായും ഈ കുട്ടിയുടെ ജീവിത അവസ്ഥ വരെ ആ കുട്ടി പറയുന്നുണ്ട്. എൻ്റെ ചുറ്റുപാട് അങ്ങനെയാണ്, എനിക്ക് പെട്ടെന്ന് കയറി പരാതി കൊടുത്താലൊന്നും എന്നെ പിന്തുണയ്ക്കാനോ എന്നെ പിന്താങ്ങാനോ ആരുമില്ല എന്ന് ആ കുട്ടി അതിന്റെ നിസ്സഹായാവസ്ഥ പറയുകയാണ്. അപ്പോൾ ഒന്ന് ഗർഭചിത്രം നടത്തി എന്നുള്ളത്, ഒന്ന് പിന്നെ കുട്ടികൾ ഉണ്ടാക്കാതിരിക്കാനുള്ള ഗുളിക നിർബന്ധിച്ച് കഴിപ്പിച്ചു എന്ന്, നിർബന്ധികമായി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്നുള്ളത്, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളത്, അങ്ങനെ നിരന്തരമായ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നത്. ആരോപണങ്ങളാണ്. ഒരു സ്ത്രീ വന്നിരുന്ന് പറഞ്ഞാലും, അവൾ നേരിട്ട അനുഭവം വന്നിരുന്ന് പറഞ്ഞാലും അതിന് തെളിവുണ്ടെങ്കിൽ മാത്രമേ അയാളെ ശിക്ഷിക്കാൻ കഴിയൂ. ശരിയാണ്. പക്ഷേ ആ തെളിവുകൾ നൽകാൻ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ ഇരകൾ തന്നെ ഭയപ്പെട്ടാൽ എങ്ങനെയാണ് ഇവനെയൊക്കെ ശിക്ഷിക്കപ്പെടുന്നത്? എന്നാലും ഇവനെയൊക്കെ നമ്മൾ ചുമക്കുക തന്നെ വേണം ജനപ്രതിനിധി എന്ന പേരിൽ. ഇപ്പൊ പാലക്കാട് ജനങ്ങൾ പറയുന്നു, എന്തും കോൺഗ്രസിന് വലിച്ചെറിയാനുള്ള ചവറ്റുകുട്ടയല്ല പാലക്കാടെന്നാണ് പാലക്കാട് BJP അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറയുന്നത്. പക്ഷേ നിരവധി പേർക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാമായിരുന്നിട്ടും, നിരവധി രാഷ്ട്രീയ നേതാക്കൾക്ക് ഇയാളെക്കുറിച്ച് നെഗറ്റീവ് അഭിപ്രായം ഉണ്ടായിരുന്നിട്ടും എന്തിനാണ് പാലക്കാട് ഇയാളെ ഒരു ജനപ്രതിനിധിയായി നിർത്തിയത്? അതിനുള്ള ഉത്തരം കോൺഗ്രസ് പറഞ്ഞേ തീരൂ. മാത്രമല്ല ഈ ഇരകൾക്കെല്ലാം നീതി വാങ്ങിക്കൊടുക്കേണ്ട കേരളത്തിൽ സ്ത്രീകൾക്ക് ഞങ്ങൾ സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്ന് 4 വട്ടം ആവർത്തിച്ച് പറയുന്ന കോൺഗ്രസ് ഇതിൽ ഉത്തരം പറഞ്ഞേ മതിയാകൂ. VD സതീശൻ ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. VD സതീശന് നിരവധി പരാതികൾ എത്തിയിട്ടുണ്ട്. ആ പരാതികളൊക്കെ മുക്കിയതാണോ, രാഹുലിനോടുള്ള സ്നേഹം കാരണം അത് പുറത്തുവിടാത്തതാണോ? അങ്ങനെയാണെങ്കിൽ VD സതീശൻ ഉത്തരം പറഞ്ഞേ മതിയാകൂ.